ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും ബഹ്റൈൻ രാജാവുമായും പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്കെതിരെ നടന്ന ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലയും ലഭ്യതയും നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി. പ്രാർത്ഥനയോടെ ഭക്തലക്ഷങ്ങൾ. 9:45 പണ്ടാരടുപ്പിൽ തീ പകരും. നിവേദ്യം ഉച്ചയ്ക്ക് 2:15. സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരവും ശക്തവുമായ വളർച്ച എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ബജറ്റ് അനന്തര വെബിനാർ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജോപയോഗം, സാംസ്കാരിക സഹകരണം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും കാനഡയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ പോരാട്ടങ്ങൾക്ക് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി ടെലിഫോണിൽ ചർച്ച ചെയ്തു. സൌദി അറേബ്യയ്ക്കെതിരെ നടന്ന ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സൌദി കിരീടാവകാശിയോട് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായും ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യയുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഇരു നേതാക്കൾക്കും ഉറപ്പ് നൽകി. റിയാദിലെ യുഎസ് എംബസി ആക്രമിക്കപ്പെട്ടതായി സൌദി അറേബ്യ അറിയിച്ചു. വിദേശ എംബസികളും വിദേശ നയതന്ത്രജ്ഞരുടെ വസതികളും സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ നയതന്ത്ര മേഖലയിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനിലെ 24 പ്രൊവിൻസുകളിൽ യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണം. ഇറാനിൽ 555 പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് വ്യക്തമാക്കി. അതേസമയം ബഹ്റൈൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, UAE അടക്കം 9 രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഒരു റിപ്പോർട്ട്. ഇറാനിലെ മിനാബിൽ പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 180 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. മുൻ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ ഭാര്യയും മരണമടഞ്ഞതായി ഇറാനിലെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ബീച്ച് ഷെമേഷിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹെസബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 52 പേർ കൊല്ലപ്പെടുകയും 152ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബെയ്റൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഹെസബുള്ളയുടെ ഇന്റലിജൻസ് തലവനെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അബുദാബിയിലെ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ ഒരു പാകിസ്ഥാനി പൌരൻ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലയും ലഭ്യതയും നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ പുരി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇറാനിൽ അമേരിക്കൻ കരസേനയെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായി തള്ളാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമെങ്കിൽ അത്തരം നടപടി കൈക്കൊള്ളുമെന്ന് ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. കരസേനയെ വിന്യസിക്കുമെന്ന വാർത്തകൾ പൂർണ്ണമായി തള്ളുന്നില്ലെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾക്ക് യാത്രാ സൌകര്യത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. നോർക്ക റൂട്ട്സുമായി ചേർന്ന് മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്കായി സഹായ ദൌത്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് തിരിച്ചുപോകാൻ സാധിക്കാതെ വന്ന വിനോദസഞ്ചാരികൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് ആവശ്യമായ പിന്തുണ നൽകുമെന്ന് വിനോദസഞ്ചാര വകുപ്പ് അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു. നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികളും കൈക്കൊള്ളുന്നതാണ്. അതിനിടെ നോർക്ക സെന്ററിലെ കൺട്രോൾ റൂമിൽ 24 മണിക്കൂർ ടെലി കൌൺസിലിംഗ് സേവനം ആരംഭിച്ചു. പ്രവാസി കേരളീയർക്ക് പിന്തുണ നൽകാനായി വിവിധ രാജ്യങ്ങളിൽ നോർക്ക കൂട്ടായ്മകൾ ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന നോർക്ക അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കറാച്ചിയിൽ കുടുങ്ങിയ കേരളീയർ ഇന്ന് കൊച്ചിയിലെത്തുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം 357 വിമാനങ്ങൾ റദ്ദാക്കിയതായി സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാരുടെ പരാതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുൻഗണനാക്രമത്തിൽ ഉടനടി പരിഹാരം ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 559 പരാതികൾ പരിഹരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാർക്ക് 011-2460-4283
011-2463-2987 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സൌദി അറേബ്യയിൽ കുടുങ്ങിയ യാത്രക്കാരെ തിരികെ എത്തിക്കുന്നതിന് ഇൻഡിഗോ ഇന്ന് ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 10 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സുസ്ഥിരവും ശക്തവുമാക്കുക എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ബജറ്റ് അനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. വ്യാവസായിക മേഖല വികസിപ്പിക്കുന്നതിനും സാങ്കേതിക നേതൃനിരയെ ആഴത്തിൽ അറിയുന്നതിനും നിർണായക മേഖലകളുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും വെബിനാർ വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ന് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ചടങ്ങുകൾക്കായി ആറ്റുകാൽ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെ ഇക്കൊല്ലത്തെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തോറ്റംപാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും പണ്ടാര അടുപ്പിലും കത്തിക്കും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പിലേക്ക് ജ്വലിപ്പിക്കും. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പൊങ്കാലയോടനുബന്ധിച്ച് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയർപ്പിക്കാൻ ക്ഷേത്ര പരിസരത്ത് ഇത്തവണ കൂടുതൽ സ്ഥല സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. QR കോഡ് സംവിധാനത്തിലൂടെ വിപുലമായ പാർക്കിംഗ് സംവിധാനവും സജ്ജമാണ്. KSRTC ട്രെയിൻ എന്നിവ പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ കോഴിക്കോട് അന്തരിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ ആദ്യമായി മത്സരിച്ച് ജയിച്ചു. പിന്നീട് 5 തവണ ലോക്സഭാംഗമായി. നിർണായകമായ ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജ ഉപയോഗം, സാംസ്കാരിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും കാനഡയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ന്യൂഡൽഹിയിൽ നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. $2.6 ബില്യൺ ദീർഘകാല യുറേനിയം വിതരണ കരാറാണ് ഇതിൽ പ്രധാനം. കരാർ പ്രകാരം കാനഡ ഇന്ത്യയ്ക്ക് ദീർഘകാലത്തേക്ക് യുറേനിയം നൽകും. സൌരോർജ്ജം, വായു, ബയോമാസ് തുടങ്ങിയവയിൽ ഉഭയകക്ഷി സാങ്കേതിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയവും കാനഡയുടെ ഊർജ്ജ പ്രകൃതി വിഭവ മന്ത്രാലയവും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ പോരാട്ടങ്ങൾക്ക് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കമാകും. 5 ഇനങ്ങളിലായി 12 പേരടങ്ങിയ സംഘമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുക. ഗൾഫ് വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ദുബായിൽ കുടുങ്ങിയ PV സിന്ധുവിന് ടൂർണമെന്റ് നഷ്ടമാകും. പുരുഷ സിംഗിൾസ് 1ാം റൌണ്ടിൽ ലക്ഷ്യ സെൻ നിലവിലെ ചാമ്പ്യൻ ഷിയൂച്ചിയെ നേരിടും. ടൂർണമെന്റിലെ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം നാളെയാണ് തങ്ങളുടെ ആദ്യ പുരുഷ സിംഗിൾസ് മത്സരത്തിന് ഇറങ്ങുക. ICC T20 ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം. ഈ മാസം 8-നാണ് ഫൈനൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പശ്ചിമബംഗാളിൽ BJP സംഘടിപ്പിക്കുന്ന പരിബർത്തൻ യാത്രയ്ക്ക് തുടക്കമായി. പശ്ചിമബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി സൌത്ത് 24 പർഗനാസിലെ റായ്ദിഗിയിൽ നിന്നാരംഭിച്ച യാത്ര ഉദ്ഘാടനം ചെയ്യവെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും ബഹ്റിൻ രാജാവുമായും പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യക്കെതിരെ നടന്ന ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലയും ലഭ്യതയും നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി. പ്രാർത്ഥനയോടെ ഭക്തലക്ഷങ്ങൾ. 9:45 പണ്ടാര അടുപ്പിൽ തീപകരും. നിവേദ്യം ഉച്ചയ്ക്ക് 2:15. സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരവും ശക്തവുമായ വളർച്ച എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ബജറ്റ് അനന്തര വെബിനാർ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സാംസ്കാരിക സഹകരണം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും കാനഡയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ പോരാട്ടങ്ങൾക്ക് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കമാകും.
വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.